ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലായിടത്തും മഴയായിരിക്കുമല്ലോ അല്ലേ? ഇവിടെയും ഏകദേശം നല്ല മഴയായിരുന്നേ. മഴയെന്ന് മാത്രമല്ല, ഇവിടെ നല്ല കാറ്റായിരുന്നു. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു. കാര്യം നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റൊക്കെ ഫുള്ള് റബ്ബറാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഈ റബ്ബറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാറ്റടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ചില്ലകളെല്ലാം കൂടി വളഞ്ഞ് നമ്മുടെ വീട്ടിൻ്റെ ടോപ്പിലേക്ക് ഇങ്ങ് വരും. അത് നമ്മുടെ ചെടികൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മഴ കഴിയുമ്പോഴും നമ്മൾ എന്തോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുറ്റത്ത് വന്ന് നോക്ക് നമ്മുടെ ചെടികളെല്ലാം അതുപോലെ തന്നെ ഉണ്ടോ, അതോ ഇനി കാറ്റത്തൊക്കെ പറന്നു പോയോ. പക്ഷേ ഇതിനകത്ത് കുറേയധികം ചെടിച്ചട്ടികളെല്ലാം പൊട്ടിപ്പോയി കേട്ടോ ഇതിനോടകം തന്നെ. എന്താണെന്നറിയില്ല, ഇപ്പോൾ പിന്നെ തുരുതുരാ പൊട്ടുവാണ് ചെടിച്ചട്ടികൾ. ഒരു രക്ഷയില്ല, ഒരു കാറ്റടിക്കുന്നു അപ്പോഴേ പറന്നു പോകുന്നു. ഒന്നുകിൽ റോഡിൽ വീഴും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഇൻ്റർലോക്കിൽ വന്ന് വീണ് 2 പീസ് ആവാറുണ്ട്. പക്ഷേ ചെടിക്ക് വലുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല. കാര്യം അതിൻ്റെ റൂട്ട് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ചെടി അങ്ങനെ തന്നെ ഇരിക്കും, എത്ര ചട്ടി പൊട്ടിപ്പോയാലും. അങ്ങനെ നമ്മളൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ, അതേ ഡ്രസ്സ് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെടിയെല്ലാം നോക്കി ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അകത്തോട്ട് കയറാമെന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്തു എന്ന് കണ്ടപ്പോഴേക്കും നമ്മുടെ കേച്ചപ്പൻ പതിവ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെടികളെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ കേശു പറയുകയാണ്, നമ്മുടെ ബോഗൻവില്ല അല്ല, നമ്മുടെ ബോൺസായി നന്ദ്യാർവട്ടത്തിൻ്റെ ഇലകളെല്ലാം അഴുകിപ്പോയി തുടങ്ങി കേട്ടോ. 2-3 മഴ പെയ്യുമ്പോഴേക്കും ചില ചെടികളെല്ലാം ഇങ്ങനെയാണ്. പിന്നെ ഭാഗ്യമുള്ള ചെടികളൊക്കെ കയറി വരും, അല്ലാത്തൊക്കെ അങ്ങ് പോവും. അതൊക്കെ ഈ ഗാർഡനിങ്ങിൻ്റെ കൂട്ടത്തിലുള്ളതാണല്ലോ. അങ്ങനെ സൺഷെയ്ഡിൽ നിൽക്കുന്ന ചെടിയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എത്ര വലിയ കാറ്റും മഴയുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സൺഷെയ്ഡിൽ നിൽക്കുന്ന പ്ലാന്റ്സ് എല്ലാം കൃത്യമായ ഇടവേളകളിൽ 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചേ പറ്റുള്ളൂ. ഈ ആന്തൂറിയം ക്രിസ്റ്റാലിനും ഒക്കെ അങ്ങനെയാണ്. അത്യാവശ്യം ഈർപ്പം വേണ്ട പ്ലാന്റ്സ് ആണല്ലോ. അങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കേച്ചപ്പൻ അവിടെ കുറച്ച് ഗപ്പികളെ ഒരു ചട്ടിയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു വാട്ടർ പ്ലാന്റ് വിട്ട് അതിൻ്റെ അടിയിൽ നോക്കുകയാണ്, ഗപ്പികളെല്ലാം മഴയത്ത് ചാടിപ്പോയോ എല്ലാം ഒന്ന് നോക്കും കേട്ടോ. ഓരോ ഇടവേളകളിലും കൃത്യമായി ഒന്ന് നോക്കും. ഒരു മഴ പെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ മുറ്റത്തിറങ്ങും. വീട്ടിലുള്ള ടൈമിൽ കേട്ടോ, ഇല്ലാത്തപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ കേശു ഓരോരോ കഥകൾ പറയുകയാണ്. അതിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽപ്പുണ്ടേ ആ നന്ദ്യാർവട്ടത്തിൽ. അങ്ങനെ ആ വെള്ളത്തിന് കുലുക്കി കളിക്കുകയാണ്. മഴ വരുമ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ അല്ലേ, പിള്ളേർ മാത്രമല്ല നമ്മളുമൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ വീണ്ടും എന്നെ വിളിച്ച് കാണിക്കുകയാണ്, ആശാൻ അവിടെ കുറച്ച് റോസ നിൽപ്പുണ്ടേ, നാടൻ റോസ, അതായത് ഈ കൊലയായിട്ട് പിടിക്കുന്ന നമ്മുടെ മുല്ലമൊട്ട് പോലെയുള്ള റോസ ഉണ്ടല്ലോ. അങ്ങനെ അത് വിളിച്ച് കാണിക്കുകയാണ് എന്നെ, വന്ന് നോക്ക് അതെല്ലാം പോയി. അങ്ങനെ കുറേ കഥകളൊക്കെ പറയുകയാണ്. എല്ലാം കൃത്യമായിട്ട് ഓടി നടന്ന ആശാൻ കണ്ടുപിടിക്കും, നമ്മൾ കാണാത്തതൊക്കെ പോയി കണ്ടുപിടിക്കും. അങ്ങനെ എന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. ഞാനവിടെ ഓരോ പ്ലാന്റും ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു, എന്നെ ആശാൻ വന്ന് വിളിക്കുന്നു, ഞാനങ്ങോട്ട് ചെല്ലുന്നില്ല. അങ്ങനെ വിളിച്ച് കാണിച്ചു, ഇത് അത്രയും അഴുകിപ്പോയി, ഇനി എന്താ ചെയ്യുക, മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളെല്ലാം പോവുമല്ലോ. അങ്ങനെ പരാതികളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ ഓരോ ഇതായിട്ടും ഓരോ കുലച്ചെടികളും കാണിച്ചു തരികയാണ്. അങ്ങനെ പുതിയ ഒരു ഫ്ലവർ വന്നിട്ടുണ്ട്, ഇനി അത് മാത്രമേ ഉള്ളൂ അവശേഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പരാതിയും പരിഭവവും ഒക്കെ ചെടികളോടും പറയും. ഇതിപ്പോൾ എന്താണെന്നറിയോ, ഈ കാണുന്നത് ഇത് കഴിഞ്ഞ ദിവസം നമ്മളെ ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ചെടികളെല്ലാം കൂടി വാരി ഒരറ്റത്ത് കൊണ്ട് വെച്ചിരിക്കുവാണ് കേട്ടോ. ഇത് എപ്പോഴും ചെയ്യുന്നതാണ്, ഓരോ മാസം കൂടുമ്പോഴും ഈ കലാപരിപാടി തുടർന്നു കൊണ്ടേയിരിക്കും, ഒരു മാറ്റവുമില്ല. ഇന്നിരിക്കുന്ന പോലെ ആയിരിക്കില്ല അടുത്ത മാസം ഇരിക്കുന്നത്, എപ്പോഴും പൊസിഷൻസ് മാറ്റിക്കൊണ്ടേയിരിക്കും. ഇതാണ് കേശുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് കേട്ടോ. ബിഗോണിയയിൽ പിടിക്കുന്ന ഈ കുഞ്ഞു പൂക്കളുണ്ടല്ലോ, എന്താണെന്നറിയില്ല, ആ പൂവിനോട് ഭയങ്കര പ്രണയമാണ്. ഇനി ഈ ചെടി ഉണ്ടല്ലോ, ഈ കാണുന്ന വട്ടത്താമരയുടെ ഇല പോലെ ഇരിക്കുന്ന ഈ പ്ലാന്റ് ഞങ്ങൾക്ക് കോട്ടയത്ത് നിന്ന് കിട്ടിയതാണ്, ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. റോഡ് സൈഡിൽ വലിയൊരു മരം പോലെ നിന്നതാണ്. അതായത് വട്ടത്താമര നിൽക്കുന്നതൊക്കെ തന്നെ വലിയൊരു മരം, അതിൽ നിന്നൊരു കുഞ്ഞ് കമ്പ് പിടിച്ചുകൊണ്ടെന്ന് ഞങ്ങൾ ഈ ചെടിച്ചട്ടിയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അടുത്തത് ഇടുക്കിയിൽ നിന്ന് തന്നെ വന്ന ഒരു ബൊഗൈൻവില്ലയാണ് കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണേ. അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും എന്താ വരുന്നുണ്ടല്ലോ അടുത്ത മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ. കഴിഞ്ഞ സീസണിലൊന്നും ഇവിടെ ഒന്നും വലിയ മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. അതിനു വേണ്ടി ഇത്തവണ ഞങ്ങൾക്ക് നല്ല പണി കിട്ടുന്നുണ്ട്. കാര്യം ഞങ്ങളുടെ പ്ലാന്റ്സ്, ഇത്രത്തോളം ചെടികളില്ലാത്ത വീടുകളിൽ വലിയ പ്രശ്നം അവർക്ക് തോന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ ചെടികളെല്ലാം കൂടി ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഓരോ ചെടിക്കും എന്തെങ്കിലും സംഭവിക്കുമോ, ചട്ടി പൊട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് വേറെ ചട്ടി വാങ്ങി വെക്കാമല്ലോ. പക്ഷെ അതുപോലെ അല്ല ഈ ചെടികൾ അഴുകി പോകുന്നത്. നമ്മൾ അഡീനിയം പോലുള്ള പ്ലാന്റ്സ് കഴിഞ്ഞ സീസണിൽ ഏകദേശമുള്ളത് കംപ്ലീറ്റ് പോയി കേട്ടോ. ഒരു പ്ലാന്റ് ഇല്ലാതെ അഡീനിയം പോയായിരുന്നു. ഒത്തിരി പ്ലാന്റ് ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിയ പ്ലാന്റ്സൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി കിട്ടി. ഇനിയിപ്പോൾ ആകെ ഒരു ടെൻഷൻ എല്ലാവർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ ബൊഗെയിൻവില്ലയുടെ കാര്യത്തിലാണ്. അപ്പോഴിതാ അമ്മ വരുന്നുണ്ട്. അമ്മ കുറച്ച് ബീൻസ് നടാൻ വേണ്ടിയിട്ട് പറമ്പിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറി പോയതായിരുന്നു കേട്ടോ. അവിടെ നിന്നപ്പോഴേക്കും മഴ നന്നായിട്ട് അങ്ങ് പെയ്തു. അങ്ങനെ ഫുള്ള് നനഞ്ഞ് കുളിച്ച് വരുന്ന കാഴ്ചയായിട്ടോ കണ്ടത്. അടുത്തത് കേച്ചപ്പൻ ഓടി അകത്ത് കയറിയിട്ടുണ്ട്. ജനലിൽ പിടിച്ച് കമ്പികളിൽ പിടിച്ച് കയറി നിന്ന് മഴ ആസ്വദിക്കുകയാണ്. ഇതൊക്കെ മഴ വരുമ്പോൾ ഇവിടെ പല പല കലാപരിപാടികളാണ് അരങ്ങേറുന്നത് കേട്ടോ. മഴയെന്ന് വെച്ചാൽ നല്ല ശക്തമായ മഴയാണ് കേട്ടോ ഈ പെയ്യുന്നത്. ശക്തമായ മഴയെന്ന് വെച്ചാൽ നല്ല കാറ്റുമുണ്ട്. ഭയങ്കരമായ കാറ്റാണ് കേട്ടോ. കാറ്റെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കാര്യം നമ്മുടെ ആ റബ്ബർ വരുന്ന വരവ് കണ്ടു കഴിഞ്ഞാൽ ചില നേരങ്ങളിൽ നമുക്കങ്ങ് പേടിയായി പോവും. കാര്യം അതിൻ്റെ ചില്ല കംപ്ലീറ്റ് ഇങ്ങോട്ടേക്കാണ് വളഞ്ഞ് വരുന്നത് കേട്ടോ. നല്ല ശക്തിയായിട്ട് പെയ്യുവാണേ. എന്താവും എന്തോ, ചെടികളൊക്കെ ഒരു പരുവമായി, എല്ലാം പറന്നു പോകുന്ന ലക്ഷണമൊക്കെയാണ് കാണുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട്. എല്ലാവരും ഇങ്ങനെ ആടി ഉലഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിനെ പരിപാലിക്കുന്ന ആൾക്കാർക്ക് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണേ. എല്ലാ ചെടിപ്രേമികൾക്കും ഉള്ള ഒരു പ്രശ്നമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മഴ വേണം, മഴ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. വെള്ളം ഇല്ലാണ്ട് പറ്റത്തില്ലല്ലോ. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വരൾച്ച വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഒരു രക്ഷയില്ലാത്ത വരൾച്ചയായിപ്പോയി. കാര്യം വെള്ളം ഇല്ലായിരുന്നു. കാര്യം നമ്മുടെ ഈ വീടിൻ്റെ പണിയൊക്കെ നടക്കുമ്പോൾ വെള്ളത്തിന് ഭയങ്കരമായ തട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷമാണ് ഈ കേരളത്തിൽ പ്രളയം പോലുള്ള സംഭവങ്ങൾ അത്രയും ഉണ്ടായത്. ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനകം സംഭവിക്കാൻ പാടില്ലാത്ത എല്ലാം കേരളത്തിൽ സംഭവിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ മഴ വരുമ്പോഴും നമുക്ക് സത്യം പറയാമല്ലോ ഭയങ്കര ടെൻഷനാണ്. കാര്യം എന്താണെന്ന് അറിയില്ല, ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര മഴ, ചില ദിവസങ്ങളിൽ ഭയങ്കരമായ ഇടിമിന്നൽ, എല്ലാം കൊണ്ടും ഒരു ഭയം തന്നെയാണ്. എനിക്ക് മാത്രമാണെന്ന് തോന്നുന്നില്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പിന്നെ ചില നേരങ്ങളിൽ ഇരുന്ന് നോക്കുമ്പോൾ മഴ സൈലൻ്റായിട്ടൊക്കെ പെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നമല്ല. മീൻസ് ഇതുപോലെ കാറ്റൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു താളത്തിന് മഴ പെയ്തു പോകുമല്ലോ. അത് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തുള്ള വീടൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നമ്മുടെ വരാന്തയിൽ ഹാളിൽ സിറ്റൗട്ടിലൊക്കെ ഇറങ്ങിയിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പ്രത്യേക രസമാണ്. അതും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. മഴയുടെ എല്ലാ ഭാവങ്ങളും ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലേ കുറേ കാലങ്ങളായിട്ട്. ചാറ്റൽ മഴയുണ്ട്, പേമാരിയുണ്ട്, വല്ലാത്തൊരു മഴ പെയ്യുന്നുണ്ട്. ഇപ്പം ഈ പെയ്യുന്ന മഴയൊക്കെ അതിഭീകരമാണ്. കാര്യം ഞങ്ങളുടെ സിറ്റൗട്ടൊന്നും നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. കാര്യം കുഞ്ഞങ്ങ് അകത്ത് കയറിപ്പോയി കേട്ടോ. കേശു അകത്ത് കയറിപ്പോയി. കാര്യം അത്ര കാറ്റാണ്. വല്ല കമ്പോ എന്തെങ്കിലും ഒടിഞ്ഞു വന്ന് വീഴുകയോ പറന്ന് വന്ന് വീഴുകയൊക്കെ ചെയ്താലോ. കാര്യം ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിൽക്കുന്ന റബ്ബറിൽ ഒരെണ്ണം ഞങ്ങളുടെ മതിലിലേക്ക് വന്ന് വീണ് അതിൻ്റെ കമ്പിയൊക്കെ വളഞ്ഞു പോയി. അതിനുശേഷം ഒരു തെങ്ങ് വന്ന് വീണു. ആ തെങ്ങിൽ ഞങ്ങളുടെ ആ കറിവേപ്പിൻ്റെ കാര്യത്തിൽ ഏകദേശം അന്ന് തീരുമാനമായതാണ് കേട്ടോ. കാര്യം ആ കറിവേപ്പ് അങ്ങ് പോയി, രണ്ടായിട്ടങ്ങ് ഒടിഞ്ഞ് നല്ലൊരു ഇനം കറിവേപ്പാണ് അത്. അതിന് ഞങ്ങളിങ്ങനെ സംരക്ഷിച്ച് വളർത്തി, ഞങ്ങൾ ഒരു ലീഫ് പോലും എടുക്കാണ്ട് അതിനെ വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. അപ്പോഴാണ് ആ റബ്ബറും തെങ്ങും എല്ലാം കൂടെയൊക്കെ വന്ന് വീണ് ഞങ്ങളുടെ കറിവേപ്പ് അങ്ങ് പോയതാണ്. എന്നിട്ടങ്ങ് കയറി വന്നു. കലാത്തിയൊക്കെ നല്ല രീതിയിൽ ആടി ഉലയുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ നിൽക്കുകയാണ്, പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ പറന്ന് വീഴും. പക്ഷേ ഇതിനോടൊക്കെ വീണ് കേട്ടോ. അത് സൈഡിലിരുന്ന ഒരു മഞ്ഞ ബൊഗെയിൻവില്ലയുടെ ചട്ടി തറയിൽ വന്ന് വീണ് അത് പൊട്ടി. അത് 2 പീസായിട്ടിരിക്കുവാണേ. അതൊരറ്റത്ത് ഞങ്ങളിങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നല്ല മഴ നല്ല ശക്തിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കേശു അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ഒരു കട്ടൻ ചായ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം എന്നൊക്കെ കഥകൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കട്ടൻ ചായ ഒന്നും കുടിക്കാൻ തോന്നുന്നില്ല. കാര്യം ഞാൻ നിൽക്കുന്ന സ്ഥലം ഫുള്ള് നനഞ്ഞ്, എൻ്റെ ഫോണൊക്കെ ഫുള്ള് കാറ്റടിച്ച് നനഞ്ഞ് ഒരു കുളമായിട്ടിരിക്കുവാണ്. അങ്ങനെ മഴക്കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒന്നൊരു ശക്തി കുറഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോൾ അറിയാമല്ലോ, വലിയ കാറ്റൊന്നും ഇപ്പോൾ അടിക്കുന്നില്ല. അങ്ങനെ വെള്ളമെല്ലാം ഇൻ്റർലോക്കിലേക്ക് ഒഴുകി ഇറങ്ങി ആകെ കുളമായി. ഇതിപ്പോഴല്ല ഇതിൻ്റെ പ്രശ്നം. ഇനി നാളെ രാവിലെ ഇറങ്ങി ഇത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു 1.5 പണിയാണ് കേട്ടോ. അപ്പോൾ വിചാരിക്കും ഈ പ്ലാന്റ്സ് ഇനി ശേഷിക്കുന്ന പ്ലാന്റ്സും കൂടെ എടുത്തങ്ങ് മാറ്റാം. ഇൻ്റർലോക്കിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ വാഷ് ചെയ്തിറക്കാൻ നല്ല എളുപ്പമാണല്ലോ. പക്ഷെ അതിന് മനസ്സൊട്ട് അനുവദിക്കത്തുമില്ല. ഇപ്പോൾ ഞങ്ങൾ പന്നിയെ പേടിച്ചിട്ട് കുറച്ച് ചേനയും എല്ലാം കൂടി കൊണ്ടുവന്ന് ഇൻ്റർലോക്കിൽ വെച്ചിരിക്കുകയാണ്. ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാന്റ്സ് കൊണ്ടങ്ങ് നിറയ്ക്കുവാണ് സത്യം പറഞ്ഞാൽ. വീടിൻ്റെ മുകളിലത്തെ ബാൽക്കണിയും ഫുൾ ഏകദേശം പ്ലാന്റ്സ് കൊണ്ടങ്ങ് നിറഞ്ഞു. എല്ലായിടത്തും പ്ലാന്റ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ദിവസം ഒരാളും ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഷെയ്ഡിലിരിക്കുന്ന പ്ലാന്റ്സിനെല്ലാം കൃത്യമായിട്ട് വെള്ളം കൊടുത്തില്ലെങ്കിൽ അതെല്ലാം നശിച്ചു പോകും. അങ്ങനെ മഴ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഞാനും അമ്മയും കേശുവും. ഞങ്ങളിങ്ങനെ നിന്ന് നോക്കുകയാണ് എന്താ സംഭവിക്കുക. അങ്ങനെ നോക്കി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ കാര്യമായ കേടുപാടുകളൊന്നും നമ്മുടെ പ്ലാന്റ്സിനൊന്നും വരുന്നൊന്നുമില്ല. മഴ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്, അത്ര തന്നെ. വീണ്ടും കാറ്റ് ശക്തിയായിട്ട് അടിക്കുവാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അങ്ങ് ദൂരെ മഞ്ഞ് മൂടിയ കണക്കൊക്കെ കാണുന്നുണ്ട്.
സത്യം പറഞ്ഞാൽ അത് മഞ്ഞൊന്നുമല്ല, മഴയുടെ ഒരു ഇതാട്ടോ. ഞങ്ങളുടെ കറിവേപ്പ് ആടി ഒലഞ്ഞ് ഏകദേശം അങ്ങ് ചരിഞ്ഞു, മിക്കവാറും അത് ഒടിയും. അത് ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആകെ വിഷമാവും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബാൽക്കണിയിൽ സിറ്റൗട്ടിൽ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഫുള്ള് നനയുമാണ് കേട്ടോ. ഇനി അതിനകത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കും, അതെല്ലാം എടുത്ത് മാറ്റണം. ഒരു മഴ കഴിയുമ്പോഴത്തേക്കും ഒരു ചെടിപ്രേമിക്ക് ചെയ്യാനായിട്ട് ഒത്തിരി അധികം പണിയുണ്ടാവും. അതിനുവേണ്ടി എന്താ, കാറ് ഇതോ വെളിയിൽ കിടന്ന് നന്നായിട്ട് നനയുന്നുണ്ട്. ചെടികളെ സംരക്ഷിച്ച് അകത്താക്കിയപ്പോഴത്തേക്കും കാറ് പുറത്തായി. എന്ത് ചെയ്യാമല്ലേ.